കോച്ചിങ് കഴിഞ്ഞാൽ വേറെ എവിടെയും പോവാതെ ഇവിടെ വരണമെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. എന്റെ വാക്കുകൾക്ക് നീ പുല്ലുവില പോലും കൊടുക്കാത്തോണ്ടല്ലേ. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയതാ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാനൊരാളെ സഹായിക്കുന്നതും തെറ്റാണോ? ഹെൽപ്പ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ നീ ആരെ എന്ത് കാര്യത്തിനാണ് സഹായിച്ചതെന്ന് ഞങ്ങൾക്കറിയണം. നിന്റെ ഉടായിപ്പൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഉള്ളതുപോലെ പറഞ്ഞാ മതി. നിങ്ങൾക്കെന്താ എത്ര ഗൗരവം? എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ഏട്ടനും മാളു ചേച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളോട് കള്ളമൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്റെ മനസ്സിലുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്നെ വിശ്വസിക്കാതെ പെരുമാറുന്നത് കുറച്ച് കഷ്ടമാണ്. ഹേയ്, നിന്നെ ഞങ്ങൾക്കൊരു വിശ്വാസക്കുറവില്ലടാ. ഞങ്ങൾക്ക് പേടി നിന്നെയല്ല, നിന്റെ ചുറ്റുമുള്ള ലോകത്തെയാ. നീ മറ്റുള്ളവരെ കാണുന്നത് പോലെ ആവില്ല അവർ നിന്നെ കാണുന്നത്. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഞാൻ ഒരു കുഴിയിലും ചെന്ന് വീഴില്ല ചേച്ചി. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആര്യനെ തന്നെയാ. ആര്യനൊരു വലിയ ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യമുണ്ട്. ഞാനാ അത് സെറ്റാക്കി കൊടുക്കുന്നത്. സത്യമാണോ നീ പറയുന്നത്? ആരും നിന്നെ അടുപ്പിക്കുന്നില്ലെന്നാണല്ലോ ആദ്യം നീ പറഞ്ഞത്. അതൊക്കെ പണ്ട്. ഞാനും ആര്യനും തമ്മിലുള്ള ഇപ്പോഴത്തെ അടുപ്പം നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് വിശ്വാസം വരാൻ വേണ്ടിയായി ഫോട്ടോ എടുത്തത്. ഇതേതോ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോ പോലെ ഉണ്ടല്ലോ. ആര്യന്റെ പല വീടുകളിൽ ഒന്നാ ഇത്. ആര്യൻ ഇവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ആ വീട്ടിൽ പോയാ ഞാൻ ആര്യനെ കാണുന്നത്. കല്യാണം കഴിഞ്ഞാ ആര്യന്റെ ഡാഡി പാർട്ടീഷൻ നടത്തി സ്വത്തുക്കൾ ഞങ്ങൾക്ക് തരും. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി സൗകര്യമുള്ള വലിയ വീട്ടിലേക്ക് മാറും.